أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ചെയ്യുക. അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ചരിത്രത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്ന ദിവ്യ സന്ദേശമാണ് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ആ ഖുർആനിൻ്റെ ആളുകളാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും അതോടൊപ്പം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടവരാണ് ധാർമ്മികം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇഹലോകത്തും വരാനിരിക്കുന്ന പരലോകത്തും ധാരാളം ഗുണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഖുർആൻ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്ക് ഏതൊരു സമയത്തും അവരുടെ കൂടെ പ്രകാശമുണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ ആളുകൾ ഒരിക്കലും ഇരുട്ടിലാവുകയില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ജഅൽനാഹു നൂറാ, ഖുർആനിനെ നാം നിങ്ങൾക്ക് പ്രകാശമാക്കിയിട്ടുണ്ട്, വെളിച്ചമാക്കിയിട്ടുണ്ട് എന്ന്. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മുടെ അടിമകളിൽ നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഒരു വെളിച്ചത്തിലൂടെ നാം വഴി നടത്തുന്നതാണ്. അപ്പോൾ ഖുർആനിൻ്റെ ആളുകൾ എപ്പോഴും പ്രകാശത്തിലൂടെയായിരിക്കും, പ്രകാശത്തിൻ്റെ ആളുകളായിരിക്കും. അവർ ഒരിക്കലും ഇരുട്ടിൽ തപ്പുകയില്ല, ഇരുട്ടിലാവുക ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് നമുക്ക് കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഈ ഒരു വേദഗ്രന്ഥം, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ചത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നബിയെ താങ്കൾക്ക് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അപ്പോൾ ഖുർആനിൻ്റെ ആളുകളിൽ യാതൊരുവിധ ദുൽമും ബാക്കിയാവുകയില്ല, ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പതിവായി നമ്മൾ വെളിച്ചത്തിലാകാൻ, നമ്മൾ പ്രകാശത്തിലാകാൻ നമ്മൾ ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു സമയത്തും വഴിതെറ്റി പോവുകയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ, സൂറത്തുൽ ബഖറയിലെ ആദ്യ വചനങ്ങളിൽപ്പെട്ടതാണിത്. ഇതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട, ഇത് മുത്തഖീങ്ങളായ ആളുകൾക്ക് മാർഗദർശനം നൽകുന്ന, വെളിച്ചം നൽകുന്ന, നേരായ പാത കാണിച്ചു നൽകുന്ന വേദഗ്രന്ഥം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യതമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫമനിത്തബഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആനിനെ കുറിച്ച്
അല്ലെങ്കിൽ അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ആ സന്മാർഗം നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ, മറ്റൊരു സ്ഥലത്ത് കാണാം ഫല യദില്ലു വല യശ്ഖ, ഒരിക്കലും നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. ആ ഖുർആനിനെ നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ വൈകേടിലായി പോവുകയില്ല എന്നാണ്. മറ്റൊരിടത്ത് നമുക്ക് കാണാം ഇന്ന ഹാദൽ ഖുർആനു യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും നേരായതിലേക്കാണ് മനുഷ്യരെ നിങ്ങളെ വഴി നടത്തുന്നത്, ഏറ്റവും നേരായ പാതയിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മറ്റൊരാളിന്റെ ആവശ്യമില്ല, മറ്റൊരു ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല, മറ്റൊരു എഴുത്തുകാരന്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ ഖുർആൻ, അത് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ ജീവിതത്തിൽ നമുക്ക് അത് മതി എന്നാണ്. ആ ഖുർആനിനെ വായിക്കുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ മറ്റൊന്നിന്റെയും ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ല എന്നാണ്. ഒരിടത്ത് കാണാം അവലം യക്ഫിഹിം, മനുഷ്യരെ നിങ്ങൾക്ക് പോരെ, അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, ഒരു വേദഗ്രന്ഥം അവർക്ക് അവതരിക്കപ്പെട്ടു, അത് നബി ആ ആളുകൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലറഹ്മ, മനുഷ്യരെ നിങ്ങൾക്ക് ആ കിതാബ് ഒരു കാരുണ്യമാണ്, നിങ്ങൾക്കത് റഹ്മത്താണ് ആ കിതാബ് എന്ന് പറയുന്നത്. വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികൾക്കെല്ലാം ഒരു ഉത്ബോധനമാണ് ആ ഖുർആൻ. ആ ഉത്ബോധനം നിങ്ങളെ ഒരിക്കലും വഴിതെറ്റിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഇത് റബ്ബിന്റെ ഗ്രന്ഥമാണ്. അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു കയറെന്ന് പറയുന്നത് ആ കയറിന്റെ ഒരറ്റം റബ്ബിന്റെ അടുക്കലാണ്. ആ കയറിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോവുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകം സന്തോഷം ഏത് സമയത്തും ഉണ്ടാകുമെന്നാണ്. ഖുർആനിനെ നെഞ്ചിലേറ്റി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും സന്തോഷം ഉണ്ടാകുമെന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ റബ്ബിൽ നിന്ന് എന്താ നിങ്ങൾക്കൊരു സതുപദേശം വന്നെത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആശ്വാസമാണ്, അതേപോലെ തന്നെ നിങ്ങൾക്കത് മാർഗദർശനമാണ്, നിങ്ങൾക്കത് കാരുണ്യമായിട്ടാണ് നിങ്ങളിലേക്ക് നാം അത് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഖുൽ നബിയെ താങ്കൾ പറയുക ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഇത് അല്ലാഹുവിന്റെ ഫദ്ലിലും റഹ്മത്തിലും പെട്ട ഒരു കാര്യമാണ് ഈ കിതാബ് എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനിന്റെ ആളുകളെ കുറിച്ച് പറയുകയാണ്. അതിനെ പിൻപറ്റുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സകല നിമിഷങ്ങളിലും സന്തോഷമുണ്ടാകും. എന്നിട്ട് പറയാണ് ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന വിഭവത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് സമ്പത്തില്ലേ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നാലാളുകളുടെ ഇടയിൽ പറയാൻ പറ്റുന്ന നല്ല ജോലിയില്ലേ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മക്കളില്ലേ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതിനേക്കാൾ നല്ലത് ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനെ നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ, അതിനെ നിങ്ങൾ വായിക്കുന്നുണ്ട് എങ്കിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഹൈറായിട്ടുള്ളത് ഈ വിശുദ്ധ ഖുർആനാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറവാണ് എങ്കിലും, നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം നിങ്ങൾക്ക് കുറവാണ് എങ്കിലും, നിങ്ങൾക്കുള്ള വരുമാനം ചെറുതാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഖുർആനിന്റെ ആളുകളാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന്, അതാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സമ്പത്തിൽ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. ഖുർആനുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബർക്കത്തുകൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയാണ് വൈദാ മാ ഉൻസിലത് സൂറ, ഒരു അധ്യായം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചാൽ, സ്വഹാബാക്കളെ കുറിച്ച് പറയാൻ, സ്വഹാബാക്കളിലേക്ക് ഒരു അധ്യായം, ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടാൽ ഫമിൻഹും മൻ യഖൂലു അയ്യുകും സാദതു ഹാദിഹി ഈമാന, ആ സ്വഹാബാക്കളോട് മുനാഫിക്കുകളിൽപ്പെട്ട ആളുകൾ ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഈ സൂറത്ത് കൊണ്ട് വല്ല ഈമാനും വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ആർക്കാണ് ഈ ഒരു സൂറത്ത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആയത്ത് കൊണ്ട് ഈമാൻ വർദ്ധിച്ചത്? ആ സമയത്ത് അല്ലാഹു തന്നെ അതിന് മറുപടി പറയുമെന്നാണ് ഫഅമ്മല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾ ഫസാദതുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കും. അവർ ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അവരിലേക്ക് അവതരിപ്പിച്ചാൽ അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാണോ അവർക്ക് സന്തോഷം ഉണ്ടാകുമെന്നാണ്. ഓരോ സൂറത്ത് ഇറങ്ങുമ്പോഴും അവർക്ക് സന്തോഷം, ഓരോ സൂറത്ത് അവർ മനഃപ്പാടമാക്കുമ്പോഴും ആ സഹാബാക്കൾക്ക് സന്തോഷമായിരുന്നു. ആ സന്തോഷം നമുക്കും ഉണ്ടാകണം. ഒരായത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ, ഒരു സൂറത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് ഹൃദയത്തിൽ നിഫാഖുള്ള ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. വിശ്വാസിയായ ഒരാൾക്കാണ് ഇതിന്റെ മാധുര്യം മനസ്സിലാവുക. ഈമാനിന്റെ ദുർബലത ഖുർആനിന്റെ സ്വാധീനം കുറക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഖുർആനിന്റെ ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഏത് സമയത്തും മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. സദാസമയവും മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലാ യഖൂദു ഖൗമുൻ യദ്കുറൂനല്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് ആരെങ്കിലും ഇരിക്കുകയാണ് എങ്കിൽ, അത് പള്ളിയിലാകണമെന്നില്ല, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഓർത്തവർ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടവർ ഇരിക്കുകയാണ് എങ്കിൽ ഇല്ലാ ഖഫ്ഫത്തുഹുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ, ദുആകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദിക്റുകളിൽ ഏറ്റവും വലുത് അത് വിശുദ്ധ ഖുർആൻ തന്നെയാണല്ലോ. ഇന്നാ അൻസൽനാഹു ദിക്ർ, നിങ്ങളിലേക്ക് നാം ഈ ദിക്റിനെ നാം ഇറക്കിയിരിക്കുന്നു. ഖുർആനിനെ അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു പേര് തന്നെ ദിക്ർ എന്നാണ്.
ഖുർആനിനെ വിശേഷിപ്പിച്ചത് തന്നെ ദിക്ർ എന്നുള്ളത്. അഫ്ദലു ദിക്റു ഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങൾ ചെയ്യുന്ന ദിക്റുകളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് അത് ഖുർആൻ പാരായണം ചെയ്യലാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കലാണ്. ഖുർആൻ ഓതുക എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. സാധാരണ ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള ഒരു ദിക്ർ നമ്മൾ ചെല്ലുകയാണ് എങ്കിൽ ആ സീനിന് ഒരു പ്രതിഫലമാണ്, അതിന്റെ ബായിൽ ഒരു പ്രതിഫലമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഫസുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ എന്നുള്ള ഒരായത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ അതിലെ ഫാഇന് 10 ഇരട്ടിയാണ്, സീനിന് 10 ഇരട്ടിയാണ്, ബാഇന് 10 ഇരട്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫിനും 10 ഇരട്ടിയാണ് നമുക്ക് പ്രതിഫലമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദാ ഖാബ അഹദുകും യുസല്ലി മിനൽ ലൈൽ, നിങ്ങൾ ആരെങ്കിലും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ് എങ്കിൽ ഫൽ യസ്തക്, നിങ്ങൾ പല്ല് തേക്കണം, നിങ്ങൾ പല്ല് വൃത്തിയാക്കണം. നിങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ് എങ്കിൽ ആ നമസ്കാരത്തിന് മുമ്പേ നിങ്ങൾ പല്ല് വൃത്തിയാക്കണമെന്നാണ്. കാരണം നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ മലക്കുകളുണ്ട് എന്നാണ്. നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്ത് മലക്കുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പല്ലുകൾ വൃത്തിയായിട്ട് തന്നെയായിരിക്കണം വിശുദ്ധ ഖുർആനിലെ പാരായണം ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മലക്കുകൾ സഞ്ചരിക്കുന്നതിനിടയിൽ റബ്ബിനെ ഓർക്കുന്ന, റബ്ബിനെ സ്തുതിക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആരെങ്കിലും ആ മലക്കുകൾ കണ്ടാൽ ആ മലക്കുകൾ മറ്റുള്ള മലക്കുകളെ കൂടി വിളിച്ചു കൊണ്ടുവരും ആ മനുഷ്യന്റെ അടുക്കിലേക്ക്. ഇവൻ ഇതാ അല്ലാഹുവിനെ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്, എന്നിട്ട് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ മലക്കുകൾ സദാസമയം ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ഉണ്ടാകും, അവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മലക്കുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവർ എപ്പോഴും അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. നാം എല്ലാവരും ഫാത്തിഹ മുതൽ നാസ് വരെ ഓതിയവരായിരിക്കാം. എന്നാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മനസ്സറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി നമ്മൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെ നമ്മൾ ഓതി പൂർത്തിയാക്കുകയാണ് എങ്കിൽ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തുമെന്നുള്ളത് സത്യമാണ്. ആ ഖിറാഅത്ത് നമ്മൾ വീണ്ടും തുടർന്നു പോവുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മാഹിറു ഫിൽ ഖിറാഅത്തി മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഈ വിശുദ്ധ ഖുർആനിൽ നൈപുണ്യം നേടിയ ആളുകൾ നാളെ പരലോകത്തെ ഖിയാമത്ത് നാളിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അടക്കമുള്ള മലക്കുകളുടെ കൂടെയായിരിക്കും ഈ ഖുർആനിൽ നൈപുണ്യം നേടിയ ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഹാദാ ബസായിറു ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന വേദഗ്രന്ഥമാണ്. മനുഷ്യരെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, അത്തമീസു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യവും അസത്യവും വേർതിരിച്ചു നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് എന്നുള്ളത്. ഖുർആനിന്റെ മറ്റൊരു പേര് തന്നെ അൽ ഫുർഖാൻ എന്നാണ്. ഇത്തരത്തിലൊരു അധ്യായം തന്നെയുണ്ട്, സത്യാസത്യ വിവേചനം നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥം. നിങ്ങൾക്ക് നേരായതും നേരല്ലാത്തതുമായ പാത വിവരിച്ചു നൽകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണിത്. ഖുർആനിന്റെ ആളുകൾക്ക് ഏത് സമയത്തും ബർക്കത്തുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, വഹാദാ കിതാബ്, ഈ ഒരു കിതാബ് ഉണ്ടല്ലോ, ഈ ഒരു വേദഗ്രന്ഥം, അൻസൽനാഹു, നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത് മുബാറക്കുൻ, അത് നിങ്ങൾക്കൊരു ബർക്കത്തായി കൊണ്ടാണ്, ഒരു അനുഗ്രഹമായി കൊണ്ടാണ്. ഫത്തബിഉ, നിങ്ങൾ ആ വിശുദ്ധ ഖുർആനിനെ പിന്തുടർന്ന് ജീവിക്കണം. വത്തഖൂ, അതേപോലെ തന്നെ നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യണം. ലഅല്ലകും തുർഹമൂൻ, അങ്ങനെയാണ് എങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഇത് നിങ്ങൾക്ക് ബർക്കത്ത് നൽകുന്നതാണ്. അങ്ങനെ നിങ്ങൾ ബർക്കത്തോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ റബ്ബിന്റെ റഹ്മത്തും അതേപോലെ തന്നെ ബർക്കാത്തുകളും ലഭിക്കാൻ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം, നിങ്ങൾ വായിക്കണം. ഫഇൻ അഖദഹ ബറക, അത് നിങ്ങൾക്ക് ബർക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നാണ്. വിശുദ്ധ ഖുർആനിനെ മുഴുവൻ നിങ്ങൾ പാരായണം ചെയ്യണമെന്നല്ല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം നിങ്ങൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരും. വതറകഹ ഹസറ, ഇനി അതല്ല നിങ്ങൾ അതിനെ ഒഴിവാക്കുകയാണ് എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. ഒരൊറ്റ അധ്യായം നിങ്ങൾ വായിക്കാതെ നിങ്ങൾ അതിനെ മടക്കി വെച്ചാൽ, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിയാകും. എന്നാൽ ആ ഒരു അധ്യായം നിങ്ങൾ വായിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ബർക്കാത്തുകളും ജീവിതത്തിൽ ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഖുർആനിന്റെ മുഴുവൻ വിഷയങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. മുഴുവൻ ആശയങ്ങളും ആ ഒരൊറ്റ അധ്യായത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ആ സൂറത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ബർക്കത്തുകളും റഹ്മത്തും ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളും നമ്മളും ഖുർആനുമായി ഏത് രൂപത്തിലാണ് ബന്ധമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾക്ക് ഖുർആനിനോട് ഇഷ്ടമുണ്ടാകണം, അതിന് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ മക്കളെ കൊണ്ടുള്ള പരാതികൾ നമുക്ക് ഇല്ലാതെയായി മാറും. വിശുദ്ധ ഖുർആനിന്റെ ആളുകളാക്കി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം. അത് റബ്ബിന്റെ വാക്കാണ്, റബ്ബിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇന്നും അവശേഷിക്കുന്ന അല്ലാഹുവിന്റെ ഒരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിനെ പഠിക്കുമ്പോൾ, അതിനെ പാരായണം ചെയ്യുമ്പോൾ, അതിനെ ജീവിതത്തിൽ പകർത്തുമ്പോൾ
ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലൈക്കും ബിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഖുർആനിന്റെ ആളുകളാവുക. ഫതഅല്ലമു വഅല്ലിമു അബ്നാഅക്കും, നിങ്ങൾ അത് പഠിക്കുകയും നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു നൽകുകയും ചെയ്യുക. നിങ്ങൾ ആ ഖുർആനെ പഠിക്കുക, നിങ്ങളുടെ മക്കളെ ആ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നകും അൻഹു തുസ്അലൂൻ, നാളെ വരാനിരിക്കുന്ന പരലോകത്ത് ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതിനെ പഠിക്കുക, നിങ്ങളുടെ മക്കളെയും ആ ഖുർആനിനെ പഠിപ്പിക്കുക എന്ന് മഹാനായ സ്വഹാബി നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൂദഉ അലാ റഅസിഹി താജുൻ മിനൽ വഖാർ, നാളെ വരാനിരിക്കുന്ന പരലോകത്ത് ഒരു കിരീടം തലയിൽ അവർക്ക് അണിയിച്ചു കൊടുക്കുമെന്നാണ്. ആ കിരീടം ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ പഠിച്ചാലുള്ള, അത് ജീവിതത്തിൽ പകർത്തിയാലുള്ള വരാനിരിക്കുന്ന പരലോകത്ത് ലഭിക്കാനുള്ള പ്രതിഫലമാണ് നമ്മളോട് പറഞ്ഞത്. ഒരു കിരീടം, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അവർക്ക് ലഭിക്കുമെന്നാണ്. ഇത് പഠിച്ച ആളുകൾക്കാണെങ്കിൽ വിശുദ്ധ ഖുർആനിനെ പഠിപ്പിച്ച മാതാപിതാക്കൾക്കെല്ലാം കൂടി എന്താണ് പ്രതിഫലം? എന്താണ്? വയുൽബസു വാലിദാഹു ഹുല്ലതാനി ലാ യഖൂമു ബിഹി മിൻ ദുനിയ, ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്ത് അതിനെല്ലാം പകരം വെക്കാൻ കഴിയുന്ന ഒരു വലിയ ആഭരണം അവർക്ക് അണിയിച്ചു കൊടുക്കുമെന്നാണ്. ദുനിയാവിലുള്ള എന്തിനേക്കാളും വലിയ 2 ആഭരണങ്ങൾ അവർക്ക് നാളെ വരാനിരിക്കുന്ന പരലോകത്ത് അണിയിച്ചു കൊടുക്കും ആ മാതാപിതാക്കൾക്ക്. ആ മാതാപിതാക്കൾ അത് ചോദിക്കുമെന്നാണ്, എന്തിനാണ് ഞങ്ങളെ ഈ ഒരു വസ്ത്രം അണിയിച്ചത്? അപ്പോൾ പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്നുള്ളത്. നമ്മുടെ മക്കളിൽ ഒരാളെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാക്കണം. ഒരു മകനെങ്കിലും ഒരു മകളെങ്കിലും ഹാഫിൽ ഉണ്ടാകണം. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ അതിനെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കണം എന്നാണ് നിങ്ങളും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ അഹ്ലുകാരുണ്ട്. മനുഷ്യരിൽ ചില ആളുകളാണ് അവർ. സഹാബാക്കൾ ചോദിച്ചു, മൻഹും, അതാരാണ്? അള്ളാഹുവിൻ്റെ കുടുംബക്കാരാരാണ്? ആ സമയത്ത് പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ ആളുകളാണ്. ഖുർആനിനെ പഠിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ അള്ളാഹുവിൻ്റെ കുടുംബക്കാരും അള്ളാഹുവിന് ഏറെ വേണ്ടപ്പെട്ട ആളുകളുമാണ്. വഖാസത്തുഹു, അള്ളാഹുവിന് എക്സ്പെഷ്യലി അള്ളാഹു അവരെ സ്വീകരിക്കുന്ന ഒരു കൂട്ടമായിരിക്കും അവർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ വരാനിരിക്കുന്ന പരലോകത്തും ഇഹലോകത്തും എല്ലാവിധത്തിലുള്ള ബർക്കത്തുകളും അനുഗ്രഹങ്ങളും സ്വർഗീയ ലോകവും ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ